സന്ദീപ്, ഇവിടെ രാജ്യം മുഴുവൻ നമ്മൾ കാണുന്നതാണ്, കോൺഗ്രസിന്റെ പരാതി കേൾക്കുന്നതാണ്, CPM-ന്റെയും CPI-യുടെയും TMC-യുടെയും ഒക്കെ ഈ ആദായ നികുതി നോട്ടീസ് കാണുന്നതാണ്. CPM പറയുന്നു അതിന്റെ തുടർച്ചയിൽ തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് ആ രാഷ്ട്രീയ വേട്ടയുടെ തുടർച്ചയാണ്. യുക്തിയുള്ള ആരോപണമല്ലേ സന്ദീപ്? എന്തോ എങ്ങനെ അഷ്മിയുടെ ഇൻട്രൊഡക്ഷൻ കേട്ടു. വാട്ട് കൈൻഡ് ഓഫ് റബ്ബിഷ്. നിങ്ങൾ ആരോടാ ഈ വെല്ലുവിളിയും ഇത് കേരളമാണ് എന്നൊക്കെ പറയുന്നത്? നിങ്ങൾ ആരെയാ വെല്ലുവിളിക്കുന്നത്? നിങ്ങൾ ആരോടാണ് ഈ വെല്ലുവിളി നടത്തുന്നത്? ഞാൻ കൊമ്പൻ. കരുവന്നൂരിൽ സ്വന്തം ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ കൊണ്ടുപോയി നിക്ഷേപിച്ച പാവങ്ങളാണ്. നന്നാവാൻ വേണ്ടി ഞാനൊന്ന് ഉപദേശിച്ചു എന്ന് കരുതിയാ മതി. കേട്ടല്ലോ, ഇതാണ് മല്ലുവിന്റെ ഉപദേശം. നമ്മുടെ നാട്ടിൽ ഇതിനെ പഞ്ഞിക്കിടുക എന്ന് പറയും. നിങ്ങളുടെ പെൺമക്കളെ വിവാഹം നടത്താൻ, ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി, ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടി, വീട് വെക്കാൻ വേണ്ടി, ആജീവനാന്തകാലം പണിയെടുത്ത പണം മുഴുവൻ വേർപ്പ് ചോര നീരാക്കി ഉണ്ടാക്കിയ പണം മുഴുവൻ കരുവന്നൂരിൽ ഈ CPM-ന്റെ നേതൃത്വത്തെയും വിശ്വസിച്ച് കൊണ്ടുപോയി നിക്ഷേപിച്ച ആ പാവങ്ങളോടാണോ ഹാഷ്മി ഈ ഇൻട്രോ വെല്ലുവിളി നടത്തി കയ്യടി വാങ്ങാൻ നോക്കുന്നത്? ഒന്നും വേണ്ടായിരുന്നു. എന്ത് നാണം കെട്ട ഇൻട്രോയാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. കേരളത്തിൽ ആ പതിനായിരക്കണക്കിന് ജനങ്ങളുടെ, പതിനായിരക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ വിലയല്ലേ ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നത്? അതിന്റെ അന്വേഷണം, അതിലെ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്ന സമയത്ത് രണ്ടും രണ്ടാണ് സന്ദീപ്. താങ്കൾ എത്ര റബ്ബിഷ് എന്ന് പറഞ്ഞാലും എത്ര നാണം കെട്ടാന്ന് പറഞ്ഞാലും വസ്തുതയല്ലാതാവുന്നില്ല. തികച്ച മൂന്നാംകിട മാധ്യമ വിചാരണ എന്തുമായിക്കോട്ടെ, താങ്കൾ കുരുപൊട്ടി എന്തൊക്കെ പറഞ്ഞാലും, താങ്കൾ കുരുപൊട്ടി എന്തൊക്കെ വല്ലാത്ത വാക്ക് ഉപയോഗിച്ചാലും വസ്തുതയല്ലാതാവുന്നില്ല സന്ദീപ്. രണ്ടും രണ്ടാണ്. രണ്ടും രണ്ടാണ്. കരുവന്നൂരിൽ അടിച്ചു മാറ്റിയ കള്ളപ്പണമാണ് അക്കൗണ്ടിലെങ്കിൽ ഇഡിക്ക് അത് കോൺഫിസ്കേറ്റ് ചെയ്യാം. ചെയ്തോ? ആ, ഇനി റബ്ബിഷ് എന്നോ നാണം കെട്ടാവുന്നോ കുരുപൊട്ടി എന്തൊക്കെ സന്ദീപ് പറഞ്ഞാലും വസ്തുതയല്ലാതാവുന്നില്ല. ഞാൻ ചോദിക്കുന്ന ഇത്രയാണ്. നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. മുളുകയും വേണ്ട, തടസ്സപ്പെടുത്തരുത്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കണം. ആവശ്യമില്ലാത്ത ഇൻട്രോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? സന്ദീപാണോ തീരുമാനിക്കുന്നത് ആവശ്യമുള്ള ഇൻട്രോ ഏത്, ആവശ്യമില്ലാത്ത ഇൻട്രോ ഏതെന്ന്? ഈ ദാസ്യപ്പണി ആർക്ക് വേണ്ടി എടുക്കുന്നത്? റബ്ബിഷ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് വസ്തുതാവിരുദ്ധതയുണ്ടോ? അത് പറ സന്ദീപ്, ചൂണ്ടിക്കാണിക്ക്. ഒരു വാക്ക് വസ്തുതാവിരുദ്ധതയുണ്ടോ? ഒറ്റ വാക്ക്. വെല്ലുവിളിക്കലാണ്. ഇപ്പോഴാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. ഒരു വാക്ക് വസ്തുതാവിരുദ്ധമായി കാണിക്കാവോ? വെല്ലുവിളിയാണ്. വെല്ലുവിളിയാണ്. ഒരൊറ്റ വാക്ക് വസ്തുതാവിരുദ്ധമായി പറയാവോ? എന്റെ ഇൻട്രോ ഞാൻ പറഞ്ഞ മുഴുവൻ വസ്തുതാവിരുദ്ധമാണ്. ഒരൊറ്റ വാക്ക് പറ. പച്ച കള്ളമാണ്. ഒരൊറ്റ വാക്ക് പറ. നാലാംകട അഭ്യാസം മാത്രം. ഒരൊറ്റ കള്ളം പറ. ഹാഷ്മി ഒരു ചുക്കുമല്ല. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. ഒരൊറ്റ വസ്തുതാവിരുദ്ധത പറ. വെല്ലുവിളിക്കുന്നു സന്ദീപേ. ഒരൊറ്റ വാക്ക് വസ്തുതാവിരുദ്ധത പറ. അതിന് മേലെ ഒന്നുമല്ല. വിളിക്കുന്നു സന്ദീപേ. ഒരൊറ്റ വാക്ക് വസ്തുതാവിരുദ്ധത പറ. പറയില്ല, പറയാൻ കഴിയില്ല. ബഹളമുണ്ടാക്കി, ശബ്ദമുണ്ടാക്കി. എന്റെ ശബ്ദം ചെറുതാക്കാൻ നോക്കണ്ട. ഇൻട്രോയിൽ ബഹളമുണ്ടാക്കി, ശബ്ദമുണ്ടാക്കി. എന്റെ ആർഗ്യുമെന്റ് ഇല്ലാതാക്കാനും നോക്കണ്ട. ഹാഷ്മി ഇപ്പോ കാർക്കിച്ചു തുപ്പിയത്, ഈ ഇൻട്രോയിലൂടെ പുലമ്പിയിട്ടുള്ള പുലഭ്യങ്ങൾ മുഴുവൻ നിങ്ങൾ കാർപ്പിച്ചു തുപ്പിയത്, ഈ വിഷം മുഴുവൻ തുപ്പിയത് ആ പണം നഷ്ടപ്പെട്ട 10,000-കണക്കിന് സാധാരണക്കാരുടെ മുഖത്തേക്കാണ്. ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ? 10,000-കണക്കിന് മനുഷ്യർ, ഹൃദ്രോഗം വന്ന് ചികിത്സിക്കാൻ പണമില്ലാതെ മരിക്കേണ്ടി വന്ന ഹതഭാഗ്യർ, പെൺമക്കളെ വിവാഹം നടത്താൻ ശേഷിയില്ലാതെ കരയാൻ വിധിക്കപ്പെട്ട, നിക്ഷേപം നഷ്ടപ്പെട്ട 10,000-കണക്കിന് മനുഷ്യർ, അവരുടെ മുഖത്തേക്ക് ആട്ടി ഒന്ന് തുപ്പിയിട്ട് ഇൻട്രോയ്ക്ക് കയ്യടി വാങ്ങാൻ നോക്കുന്നു. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞു.